കേരളത്തിൽ അഴിമതിയും കൊള്ളകളും നടക്കുന്ന ദേവസ്വം ബോർഡ് നമുക്ക് ആവശ്യമുണ്ടോ? ഇത് ഞാനല്ല മറുപടി പറയേണ്ടത്. സ്വാമിയേ ശരണമയ്യപ്പ എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി പണം ഇടുന്നവരാണ് ഓർമ്മിക്കേണ്ടത്. ചിദാനന്ദപുരസ്വാമി അല്ല. പേരിന് 1.25 ഉറുപ്പിക ഇടണോ? ഇട്ടോളൂ. കാരണം കാണിപ്പൊന്നും സ്വാമിക്ക് അങ്ങനെ പറയരുത് സ്വാമി എന്ന് എന്നോട് ചിലർ പറഞ്ഞു. സ്വാമി സങ്കടമാവണു ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് സങ്കടം ആവണം, എന്നാലേ നേരെയാവുള്ളൂ. കാണിപ്പൊന്നും ഇടണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്. എന്നാൽ കാണിപ്പൊന്നും ഇടണോ? 1.25 ഉറുപ്പിക ഇട്ടോളൂ. അതൊരു 5-25 പൈസയായ തിരക്കേടില്ല. അതിൽ കൂടുതലുള്ള പൈസ മറ്റ് കമ്മിറ്റിക്കാർ നടത്തണ ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, മറ്റ് ട്രസ്റ്റുകളുണ്ട്, മറ്റ് കമ്മിറ്റികളുണ്ട്. അവരൊക്കെ നടത്തണ ക്ഷേത്രങ്ങളിൽ കൊണ്ടിടുക ചെയ്യാമല്ലോ. ഈ ഒറ്റ തീരുമാനം എടുത്താൽ മതി, വേറൊന്നും വേണ്ട. എന്നോടൊരാൾ പറഞ്ഞേ, ഈ യാത്രയിലല്ല 2 കൊല്ലം മുമ്പ്, സ്വാമി ഇങ്ങനെ ദേവസ്വം ക്ഷേത്രത്തിൽ പൈസ ഇടണ്ടെന്ന് പറഞ്ഞാൽ സ്വാമിക്കെതിരെ കേസെടുക്കും. ഞാൻ പറഞ്ഞു കേസ് എടുക്കട്ടെ, അപ്പം നോക്കാലോ. അങ്ങനെ ഒരു വകുപ്പ് ഇല്ല. വിവരം കേട്ട ഏതൊരു മന്ത്രി അങ്ങനെ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിയമം അനുസരിച്ച് ടാക്സ് അടയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പം കേസെടുക്കാം. ടാക്സ് അടയ്ക്കരുത് എന്നൊരാൾ പറഞ്ഞാൽ, രാജ്യത്തിൻ്റെ നികുതി അടയ്ക്കരുത് എന്നൊരാൾ പറഞ്ഞാൽ അപ്പം കേസെടുക്കാം. എന്നാൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ മതവും ചെയ്യുന്ന ആചാരങ്ങളെ സംബന്ധിച്ച് ഉപദേശിക്കാൻ അതത് മതത്തിൽപ്പെട്ടവർക്ക് അധികാരമുണ്ട്. അത് ഭരണഘടനാദത്തമായ അധികാരമാണ്. കുറച്ച് ഭരണഘടനയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്, അല്ലാണ്ട് വെറുതെ അല്ല. ശ്രദ്ധിക്കുക.